തിരുവമ്പാടി എം.എൽ.എ. CK കാസിം മണ്ഡലത്തിലെ മുഴുവൻ ഒന്നാം ക്ലാസ് വിദ്യാർത്ഥികൾക്കും നൽകിയ സ്നേഹസമ്മാനം വിദ്യാർത്ഥികൾക്ക് നൽകാത്ത സ്കൂളിന്റെ നടപടി വിവാദമാവുന്നു. കൊടിയത്തൂർ ഗ്രാമപഞ്ചായത്തിലെ സൗത്ത് കൊടിയത്തൂർ AUP സ്കൂളിലാണ് വിദ്യാർത്ഥികൾക്ക് സമ്മാനം നിഷേധിച്ചത്. പ്രവേശനോത്സവത്തിന് വാർഡ് മെമ്പറെ ക്ഷണിച്ചില്ല എന്ന ആരോപണവും UDF ഉന്നയിക്കുന്നു. ഈ വർഷം ഒന്നാം ക്ലാസ്സിൽ അഡ്മിഷൻ നേടുന്ന തിരുവമ്പാടി മണ്ഡലത്തിലെ മുഴുവൻ വിദ്യാർത്ഥികൾക്കും പ്രവേശനോത്സവ ദിവസം നൽകാനായി CK കാസിം MLA നൽകിയ സ്നേഹസമ്മാനമാണ് സൗത്ത് കൊടിയത്തൂർ AUP സ്കൂളിൽ വിതരണം ചെയ്യാതിരുന്നത്. ഉപജില്ലയിലെ മറ്റെല്ലാ സ്കൂളുകളിലും സമ്മാനം വിതരണം ചെയ്തപ്പോഴാണ് SKUP സ്കൂളിൽ മാത്രം വിദ്യാർത്ഥികൾക്ക് സമ്മാനം നിഷേധിച്ചത്. ഇത് വ്യാപക പ്രതിഷേധത്തിനും കാരണമായി. സമ്മാനം സംബന്ധിച്ച് 3 തവണ സ്കൂളിലേക്ക് ഇമെയിൽ അയക്കുകയും ഹെഡ്മാസ്റ്റർമാരുടെ വാട്സാപ്പ് ഗ്രൂപ്പിൽ വിവരം നിരന്തരം അറിയിക്കുകയും ചെയ്തിട്ടും സ്കൂൾ അധികൃതർ രാഷ്ട്രീയം കളിക്കുകയായിരുന്നുവെന്നാണ് UDF ആരോപിക്കുന്നത്. മാനേജ്മെൻറ്റിൻ്റെ ഒത്താശയും ചില അധ്യാപകരുടെ അന്ധമായ രാഷ്ട്രീയ വിരോധവും കാരണമാണ് സൗത്ത് കൊടിയത്തൂർ UP സ്കൂളിലെ നവാഗത വിദ്യാർത്ഥികൾക്ക് കിട്ടേണ്ട തിരുവമ്പാടി MLAയുടെ പ്രവേശനോത്സവ കൈനീട്ടം നഷ്ടപ്പെടുത്തിയതെന്നും ജനാധിപത്യ വിരുദ്ധവും വിദ്യാർത്ഥികളുടെ അവകാശത്തിന്മേലുള്ള കടന്നുകയറ്റമാണെന്നും UDF നേതാക്കൾ പറഞ്ഞു. തിരുവമ്പാടി നിയോജകമണ്ഡലത്തിലെ MLA CK കാസിം സാഹിബിൻ്റെ അദ്ദേഹത്തിൻ്റെ പ്രത്യേക താല്പര്യപ്രകാരം തിരുവമ്പാടി നിയോജക മണ്ഡലത്തിലും മുഴുവൻ സ്കൂളുകളിലെയും ഇന്നലെ നവാതകരായി വരുന്ന കുറുന്നു വിദ്യാർത്ഥികൾക്ക് സമ്മാനം അദ്ദേഹത്തിൻ്റെ വകയുണ്ട്. നമുക്കറിയാം, മുക്കം ഉപജില്ലയിലെ ഈ സൗത്ത് കൊടിയത്തൂരിലെ സ്കൂളിൽ ഇന്നലെ 3 പ്രാവശ്യം AU ഓഫീസിൽ നിന്ന് അവർക്ക് മെസ്സേജ് കൊടുത്തു, ഇങ്ങനെ പരിപാടി ഉണ്ടെന്ന് ഓഫീസിൽ കൊടുത്തു. കൂടാതെ ഇവരിപ്പോൾ എന്ത് പറഞ്ഞു പറഞ്ഞ് അവരറിയാൻ താമസിച്ചു പോയി, അല്ലെങ്കിൽ അറിഞ്ഞില്ല. അവർക്ക് 3 പ്രാവശ്യം അവർക്ക് AU ഓഫീസിൽ നിന്ന് മെയിലെടുക്കും. അതേപോലെ തന്നെ അധ്യാപകരുടെ HMന്റെ ഗ്രൂപ്പുണ്ട്, പ്രധാന അധ്യാപകരുടെ ഗ്രൂപ്പിൽ പല പ്രാവശ്യപ്പെട്ടു. അപ്പോൾ അതൊന്നും നോക്കാത്ത ഒരു HM അല്ലല്ലോ സൗത്ത് കൊടിയത്തൂർ. എല്ലാ കുരുന്നു മക്കളും പ്രോത്സാഹന സമ്മാനം സ്വീകരിക്കുന്നു. ഈ സൗത്ത് കൊടിയത്തൂരിലെ മാത്രം കുരുന്നുകൾക്ക് ആ ഒരു സമ്മാനം ലഭിക്കാതാവാനുള്ള കാരണം അന്ധമായ രാഷ്ട്രീയ വിധത്തിൽ. ഇതിനു പുറമെ ഗ്രാമപഞ്ചായത്തിലെ എല്ലാ സ്കൂളുകളിലും വാർഡ് മെമ്പർമാരുടെ സാന്നിധ്യത്തിൽ പ്രവേശനോത്സവം നടത്തിയപ്പോൾ SKUP സ്കൂളിൽ 19ാം വാർഡ് മെമ്പറായ MP ജുമൈലയെ ബോധപൂർവം വിളിക്കാതെ അവഹേളിച്ചതായും ഇവർ പറയുന്നു. ഇവിടുത്തെ ഈ 19ാം വാർഡിൽ നിൽക്കുന്ന ഈ ഒരു സ്കൂളിന്റെ മെമ്പറായ ജുമൈല MP ഈ നാട്ടിൽ എല്ലാ പൊതുവിഷയങ്ങളും ഇടപെടുന്ന നാട്ടുകാരോട് ഇഷ്ടപ്പെട്ട വാർഡിന് ഇഷ്ടപ്പെട്ട ഒരു മെമ്പർ ഇവിടെ ആ മെമ്പറെ പോലും അറിയിക്കാനുള്ള ഒരു മനസ്സ് ഈ സ്കൂളിലെ അധ്യാപകർക്കോ അല്ലെങ്കിൽ മാനേജ്മെന്റോ ഉണ്ടായിട്ടില്ല എന്നത് ഖേദകരമാണ്. പതിറ്റാണ്ടുകളുടെ പാരമ്പര്യമുള്ള നാട്ടിലെ പൊതുവിദ്യാലയത്തെ രാഷ്ട്രീയ വിരോധങ്ങൾക്ക് ഉപയോഗിക്കുന്ന കുടില മനസ്സുള്ളവർക്കെതിരെ നടപടി സ്വീകരിക്കണമെന്ന് യൂത്ത് ലീഗ് കമ്മിറ്റിയും ആവശ്യപ്പെട്ടു. അതേസമയം സ്കൂൾ അധികൃതർ വീഴ്ച സമ്മതിച്ചിട്ടുണ്ട്. താൻ പുതുതായി ചാർജ് എടുത്ത പ്രധാനാധ്യാപകനാണെന്നും മുൻ പ്രധാനാധ്യാപകൻ വിവരം അറിയിച്ചില്ലെന്നും സ്കൂളിലെ പ്രധാനാധ്യാപകൻ ബഷീർ പറഞ്ഞു. ഇത് ഇന്നലെ ആണ് ഞാൻ ഈ സ്കൂളിലേക്ക് HM ആയിട്ട് ചാർജ് എടുത്തിരിക്കുന്നത്. അപ്പോൾ നേരത്തെ ഇതിനെക്കുറിച്ചുള്ള ഒരു മുന്നറിവോ കാര്യങ്ങളോ എന്നിൽ ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഇന്നലെ ഈ വിഷയം കഴിഞ്ഞതിന് ശേഷമാണ് ഇത്തരം കാര്യങ്ങൾ ഞാൻ അറിയുന്നതും അതുകൊണ്ട് നേരത്തെ ആ വിവരം അറിഞ്ഞിരുന്നെങ്കിൽ ഒരിക്കലും ഇങ്ങനെ സംഭവിക്കില്ലായിരുന്നു. തീർച്ചയായിട്ടും അതൊരു അബദ്ധം ഈ വിഷയത്തിൽ സ്കൂളിന് പറ്റിയിട്ടുണ്ട്. അത് അതിന് വേണ്ടിയിട്ട് നമ്മൾ അതിൻ്റെ MLA ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ടിരുന്നു, ഒക്കെ ആയിട്ട് സംസാരിച്ചിരുന്നു. അപ്പോൾ അത് പരിഹരിക്കാനുള്ള മാർഗത്തെക്കുറിച്ച് ഞങ്ങൾ ഉത്തരവാദിത്തപ്പെട്ടവരുമായിട്ട് സംസാരിച്ചിട്ടുണ്ട്. സ്കൂൾ അധികൃതരുടെ നിലപാടിനെതിരെ സൗത്ത് കൊടിയത്തൂരിൽ പ്രതിഷേധ സംഗമവും സംഘടിപ്പിച്ചു. CTV പ്രാദേശിക വാർത്ത മുക്കം.